കാരണം ഇത് കേരള സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഡെവലപ്മെന്റിന്റെ പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളാണ് താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. വിവേക് ഗോപൻ ചലച്ചിത്ര താരമായി നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബ പ്രേക്ഷകരുടെ ഇടയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരപരിവേഷമുള്ള ഒരു വ്യക്തിത്വത്തെ അരുവിക്കരയിൽ ഇപ്പോൾ NDA നിങ്ങൾക്കായി സമ്മാനിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ അരുവിക്കരയെ കാണുന്നത്? വളരെ വികസനം ഒത്തിരി വേണ്ട ഒരു മണ്ഡലമായിട്ടാണ് കാണുന്നത്. ഇത്രയും നാളും പല പാർട്ടിയിലെ MLA വന്ന് മാറി മാറി ഭരിച്ചു പോയിട്ടുണ്ടെങ്കിലും പല വാഗ്ദാനങ്ങൾ മാത്രം തന്നു പോയിട്ടുള്ളൊരു മണ്ഡലം മാത്രമാണ് അരുവിക്കര മണ്ഡലം. ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു മണ്ഡലവും കൂടിയാണ് അരുവിക്കര മണ്ഡലം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുദ്രാവാക്യം തന്നെ വികസിത ഭാരതം എന്നുള്ളതിന് അതേ മുദ്രാവാക്യം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം വികസന മണ്ഡലം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അത് ആദ്യമായിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നാളും ഭരിച്ച MLA ഇവിടെ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് എല്ലാവരും ഈ പറഞ്ഞ MLA പറയുന്നത് ഇവിടുത്തെ റോഡും കാര്യങ്ങളും ഒക്കെ സംഭവങ്ങൾ. ഒരു റോഡിന്റെ വികസനം പറഞ്ഞത് നമ്മൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്രാമീണ സടക്ക് യോജന എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി വഴിയാണ് റോഡിന്റെ വികസനം നമ്മുടെ പല നാടുകളിലേക്ക് എത്തുന്ന മണ്ഡലങ്ങൾ. അതും ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ്. അല്ലാണ്ട് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ MLA മുൻകൈ എടുത്ത് ചെയ്യുന്നത് അവരെല്ലാം പറയുന്ന കാര്യമാണ്, റോഡിൻ്റെ വികസനമില്ല, റോഡ് നന്നാക്കിയിട്ടുണ്ട്, ഈ റോഡ് നന്നാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാമീണ സടക്ക് യോജന വഴി വരുന്നതാണെന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ അവർ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നൊരു വികസനം എന്ന് പറയുന്നത് റോഡാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവിയുടെ ആക്രമണം, ശല്യങ്ങൾ അതിരൂക്ഷമാണ് ഇവിടെ. പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൃഷിനാശം സംഭവിപ്പിക്കാനായിട്ടുള്ള കാട്ടുപന്നികളുടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. കൃഷി വളരെ നാശങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കാലഘട്ടമാണ് ഇവിടെ ഇപ്പം. അതുപോലെ തന്നെ പെട്ടെന്ന് പറയണം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം. അപ്പോൾ അവർ പറയും സ്ട്രീറ്റ് ലൈറ്റും ഈ പറഞ്ഞ ഉൾപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും വളരെ രൂക്ഷമാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല. ഈ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഒരു സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ എന്ത് സുരക്ഷയോടുകൂടിയാണ് അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതെന്നും ചോദ്യചിഹ്നമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും MLA മുൻകൈ എടുത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തന രീതിയിലുള്ള ഒന്നുമില്ല. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക രീതി, അതിപ്പോൾ സിറ്റിക്കകത്ത് നമ്മൾ കാര്യങ്ങൾ നമുക്ക് പറയാതെ തന്നെ നമുക്കറിയാമല്ലോ. ഉള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുപോലുള്ളൊരു മേഖലയിലുള്ള കാര്യം പിന്നെ പറയണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ട്രൈബൽസ് ST മേഖല ഒരു പ്രധാന ഭാഗമാണ് ഈ അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ച്. 8 പഞ്ചായത്തുകളുള്ളതിൽ 3 പഞ്ചായത്താണ് ST മേഖല. ഒന്ന് തൊളിക്കോട്, വിതുര, കുറ്റിച്ചിൽ, അങ്ങനെ 3 പഞ്ചായത്തുകളിലാണ് ST മേഖല ഇവിടെ ഉള്ളത്. പക്ഷെ ആ മേഖലയിലും വികസനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു MLA ഈ 3 പഞ്ചായത്തുകളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും. കാരണം അവർ വന്ന് ഈ പറഞ്ഞ വോട്ട് ബാങ്കിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലാണ്ട് വോട്ട് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മേഖല വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ST മേഖല. അപ്പം ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രാഥമികമായിട്ട് വികസനം കൊണ്ടുവരേണ്ട, അടിസ്ഥാനപരമായിട്ട് വികസനം കൊണ്ടുവരേണ്ട സ്ഥലങ്ങൾ. ഇതിന് അപ്പുറം ഒത്തിരി സാധനങ്ങൾ പറഞ്ഞു പോകുന്നു. നമ്മുടെ ഈ ആര്യനാടിൻ്റെ ഒരു നഗരവികസനം അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആര്യനാടിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ കാര്യം, അതൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇപ്പം ഇവിടെ ഒരു ആൾക്ക് പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ള റോഡിൻ്റെ ബുദ്ധിമുട്ട്. ആ റോഡ് താണ്ടി മെഡിക്കൽ കോളേജ് എത്തുമ്പോഴത്തേക്ക് ആ രോഗി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കേരള സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളാണ് താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പല പഞ്ചായത്തുകളിലായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഈ പറഞ്ഞ ശുചിത്വം, പിന്നെ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും,
മാർക്കറ്റിൽ പോകാൻ തന്നെ ആൾക്കാർക്ക് മടിയായിട്ടുള്ള രീതിയിലാണ് അത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് മാർക്കറ്റ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതും പിന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വളരെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വികസനം എന്ന് പറയുമ്പോൾ വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് അടുത്തറിയാൻ സാധിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ജനങ്ങളോട്, വോട്ടർമാരോട്, ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് നേരിട്ട് പറയാനുള്ളത് എന്താണ്? ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഇലക്ഷനാണ്. ഞാൻ ആദ്യം മത്സരിച്ച ചവറയിലാണ്. ഞാൻ ആ ചവറയിൽ മത്സരിച്ച സമയത്തും അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ. ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിലോ അല്ല ഈ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ മത്സരിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെയും വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്, നിങ്ങളൊരാളായിട്ട് എന്നെ കണ്ടാൽ മതി. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും അവരുടെ പ്രശ്നങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും അവരുടെ പ്രയാസങ്ങളിലും ഏത് രാത്രിയിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താൻ പ്രാപ്തനായിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ മത്സരിച്ച് കഴിഞ്ഞാലും മത്സരിച്ച് ശേഷമാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അത് ഏത് പാതിരാത്രിയിൽ എന്ത് ആവശ്യത്തിനായിരുന്നാലും ഞാൻ ഇന്ന് വന്ന് ജോയിൻ ചെയ്ത സമയത്തും പറഞ്ഞത്, നിങ്ങൾ ഒരു താരപരിവേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെന്നുള്ള രീതിയിലോ എന്നെ അടുത്ത് കാണേണ്ടതോ എന്നോട് പെരുമാറേണ്ട കാര്യമില്ല. നിങ്ങളൊരാളെന്നുള്ള രീതിയിലും നമുക്കിത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നതിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വികസനം കൊണ്ടുവരിക എന്നുള്ളത്, അപ്പം ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം തിരിച്ച് അവരോട് നിറവേറ്റാൻ സാധിക്കുള്ളൂ. അത് ഇത്രയും നാളും ഭരിച്ച് പോയ MLA-മാരെ പോലെ പറയാനുള്ള രീതിയിലല്ല. കാരണം നമുക്കത് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ നയമനുസരിച്ച് നമുക്ക് ഈ പറച്ചിലല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കലില്ല ശീലമുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവർക്ക് വേണ്ട സഹായങ്ങളും ഈ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി നല്ലൊരു മണ്ഡലമാക്കി എടുക്കുക, കേരളത്തിൽ തന്നെ ഒരു മികച്ച മണ്ഡലമാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നത്തിലെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീ വിവേക് ഗോപനോടുള്ള നമ്മുടെ വർത്തമാനം വരും ദിവസങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളുമായി തീർച്ചയായും നമ്മൾ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തും. തൽക്കാലം ഇന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ്. നല്ലൊരു MLA അരുവിക്കര മണ്ഡലത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനു ദൃശ്യയ്ക്കൊപ്പം ലാലഴകം അരുവിക്കരയിൽ നിന്നും വിടവാങ്ങുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. നന്ദി, നല്ല നമസ്കാരം.